അന്ന് പോയിട്ട് കണ്ടോ? ആരെ? ഒരാളെ. ആ ഒരാളൊരു പെണ്ണല്ലേ? എങ്ങനെ മനസ്സിലായി? അന്നത്തെ ആ ധൃതിയും പോക്കും കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ശരിയാ, ആ ഒരാൾക്ക് എന്നോട് എന്തോ ഉണ്ടെന്ന് എനിക്കൊരു തോന്നൽ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നീ വഴി വരും എന്നെ കാണാൻ, ഒരു നന്ദി പറയാൻ. നോക്കിയിരിക്കുക ഞാൻ. വരും, ആ ഒരാൾ വരും. എങ്ങാണ്ടൂന്ന് വരുന്നതിന്റെ ഒരു മണം. അപ്പൊ പിന്നെ അപ്പുണ്ണി ഇവിടെ നിന്നാ പറ്റില്ലല്ലേ? അപ്പുണ്ണി പോയേക്കാം. അച്ചാറേ ചക്കര ചുക്കുണ്ടേ, അച്ചാറേ ചക്കര ചുക്കുണ്ടേ. ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോഴ അങ്കിളാ പറഞ്ഞത് ഇവിടെ കാണുമെന്ന്. ഇവിടെ എന്താ ഫോട്ടോ എടുക്കല? ഈ സൗന്ദര്യമൊക്കെ ഒന്ന് കാണുകയായിരുന്നു. ഡാൻസിന് ഫസ്റ്റ് വാങ്ങി തന്നതിന് ഞാൻ നേരിട്ട് വന്നിരിക്കുന്നു. നന്ദി പറയാൻ. നന്ദി. സ്വീകരിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ആ ശാരംഗ മാഷിനെ വീഴ്ത്തിയതിന്റെ രഹസ്യം? ഞാനൊരു മോശം പണി കാണിച്ചു, ഒരു പാപ്പരാസി പണി. ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷെ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. എന്താ അത്? പറയാം, പക്ഷെ മറ്റാരോടും പറയരുത്. ഇല്ല, പറയില്ല. ഒളിച്ചു നിന്ന് എടുക്കേണ്ടി വന്നു. അയ്യോ, ഇത് വസുന്ധര ചേച്ചിയല്ലേ? അതെ. ഇവര് തമ്മിൽ എന്താ? ഇവര് തമ്മിൽ അങ്ങനെ. പാവം ശാരംഗ മാഷ് ഈ നാട് വിട്ടു. നെഗറ്റീവ് ഞാൻ നശിപ്പിച്ചു. സുഷ്മ ചോദിച്ചാൽ കാണിക്കാനത് വെച്ചിരുന്നത്. ഇനി ഇത് നശിപ്പിച്ചേക്കാം. ഇനി അത് മറന്നേര്. വാ, നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. ഇവരെന്താ ഇവിടെ? ഡാൻസിന് ഫസ്റ്റ് വാങ്ങി തന്നതിന് ഞങ്ങളുടെ റോസ് ഗ്യാങ്ങിന് സച്ചുവിന് ഒരു ട്രീറ്റ് തരണമെന്നുണ്ട്. എപ്പോഴാ? ഈ വൻ ഗ്യാങ്ങുകളും ട്രീറ്റും ഒന്നും എനിക്ക് പരിചയമില്ലാത്ത മേഖല. അതെന്താ അങ്ങനെ? ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ഉണ്ട്. പ്രിയപ്പെട്ട 3 കൂട്ടുകാരുണ്ട് നാട്ടില്. വിജയരാഘവൻ, വിക്രമൻ, മജീദ്. ഇവര് തമ്മിൽ ഇതെന്താ? ഞങ്ങളുടെ ട്രീറ്റിന് സച്ചു വന്നേ പറ്റൂ. ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. വരാം, പക്ഷെ അതിനു പകരം സുഷ്മയുടെ സായാഹ്നം, ഒഴിവുള്ളൊരു വൈകുന്നേരം എനിക്ക് തരൂ. എന്തിന്? ചുമ്മാ വർത്താനം പറയാൻ. വരുവോ? വരാം. എങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം. ശരി, അപ്പൊ ഞാൻ പോവാ. ആ ഒരാള് അതാണല്ലേ? നല്ല ചേർച്ചയാ രണ്ടുപേരും തമ്മില്. എവിടം വരെ എത്തി? എത്തുന്നതേ ഉള്ള പുണ്ണി. എനിക്കായി മാത്രം ഒരു വൈകുന്നേരം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ശ്രമം നടത്തി നോക്കണം. എന്ത് ശ്രമം? എല്ലാം വിശദമായി പറയാം പുണ്ണിയോട്. എന്നാ പറ. അച്ചാറാണെങ്കിൽ അടച്ചു വെച്ച് കൂട്ടുമ്പോഴാ സുഖം. ഇക്കാര്യമാണെങ്കിൽ ഉള്ളു തുറന്ന് പറയുമ്പോഴാ സുഖം. പറയാം, ഇപ്പോഴല്ല, പിന്നീട് എപ്പോഴെങ്കിലും. അപ്പുണ്ണി നോക്കിയിരിക്കും കേട്ടോ, വിടണ്ട. നല്ല മുട്ടൻ ചേർച്ചയാ. അച്ചാറേ ചക്കര ചുക്കുണ്ട്. ആ ബൈക്കിൽ പോയ ആള് വാങ്ങിച്ചത് അച്ചാറോ ചുക്കുണ്ടയോ? ഞങ്ങൾ തമ്മിൽ വ്യാപാര ബന്ധമല്ല, ഞങ്ങള് കൂട്ടുകാരാ. ഓഹോ, കൂട്ടുകാരനായിട്ട് എന്തായിരുന്നു ഒരു നാട്ടുകാര്യം പറച്ചില്? നാട്ടുകാരിയല്ല, ഒരു കൂട്ടുകാരിയുടെ കാര്യ പറഞ്ഞത്. കുറച്ചു മുമ്പ് അതിലേ പോയ കൂട്ടുകാരിയോ? അവര് തമ്മിൽ എന്തോ ഉണ്ടല്ലേ? അവര് തമ്മിൽ എന്തോ ഉണ്ടല്ല, അവര് തമ്മിൽ ഇഷ്ടന്ന് വെച്ചാ പ്രേമോ? ആ, ഒക്കെ ഇപ്പൊ അങ്ങോട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ശരിക്കുള്ള പ്രേമാണെങ്കിൽ ഈ സിനിമയിലെ കൂട്ടി കെട്ടിപ്പിടിക്കണ്ടേ? അത്ര ഒന്നും ആയിട്ടില്ല, പക്ഷെ ആകും. ആ, എല്ലാം എന്നോട് തുറന്നു പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പേര് ടോണി. നമുക്ക് ഇനിയും കാണണം കേട്ടോ. എന്തിന്? അല്ല, വെറുതെ ഒന്ന് കാണാൻ. അച്ചാറേ ചക്കര ചുക്കുണ്ടേ. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എവിടെ വെച്ചാ കാണേണ്ടത്? എവിടെ വെച്ച് വേണമെങ്കിലും. ഹലോ, ആരാ? സുഷമേ, ദേ ഫോൺ. ആരാ രമണി ചേച്ചി? ഒരു സച്ചിൻ. ഹായ് സച്ചു, what a pleasant surprise. കുറച്ചു മുൻപ് സച്ചുവിന്റെ കാര്യം ഞങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ. 2-3 പ്രാവശ്യം ടോണി വിളിച്ചിരുന്നു. ആ ട്രീറ്റ് തരണം അവർക്കൊക്കെ നിർബന്ധം. ഓഹോ,
വിളിച്ചാൽ സച്ചു വരുമെന്ന് എല്ലാവർക്കും സംശയം. ഞാൻ പറഞ്ഞു സച്ചിന്റെ കാര്യം എനിക്ക് വിട്ടേരെ, ഞാൻ കൊണ്ടുവന്നോളാന്ന്. ഞാൻ ഏറ്റതാ, ഇനി മാറാൻ പറ്റില്ല. അടുത്ത ഞായറാഴ്ച ഫിക്സ് ചെയ്തിരിക്കുന്നത്. I'll come and pick you up, okay? ആയിക്കോട്ടെ, പക്ഷേ എന്താ? അതിനു മുമ്പ് എനിക്ക് വാക്ക് എന്നൊരു സായാഹ്നത്തിന്റെ കാര്യം. സച്ചു പറഞ്ഞോളൂ, ഞാൻ റെഡി. അപ്പോൾ മറ്റന്നാൾ വൈകിട്ട് തന്നെ കാണണം. എനിക്ക് സുഷ്മയോട് അന്നൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഓ യെസ്. അന്ന് ഞാൻ വന്ന് കളക്ട് ചെയ്തോട്ടെ? ആ, താങ്ക് യു, ബൈ. സുഷമയെ കുറിച്ച് അന്ന് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാ. കോടികളുടെ ബിസിനസ്സുമായി അച്ഛൻ ഓസ്ട്രേലിയയായി. ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്ന ഡോക്ടറായ അമ്മ കുവൈറ്റില്. ഇവിടെ വീട്ടില് ഒരകന്ന ബന്ധുവും ആ കുട്ടിയും മാത്രമേ ഉള്ളൂ. പിന്നെന്ന് പാർട്ടിക്ക് വന്ന തടിമില്ലുകാരൻ ഹരിയില്ലേ, അവിടെ ഇളയ അമ്മാവനാ. തൊട്ട കൈക്ക് ചെല്ലുന്ന വലിയ ചട്ടമ്പിയാ. കൂടാതെ വീട്ടുകാരൊക്കെ തമ്മിൽ എന്തൊക്കെയോ വഴക്കൊക്കെ ഉണ്ട്. പിന്നെ അധികകാലം ആ കുട്ടിയുടെ ഉണ്ടാവില്ല. 2 ആഴ്ച കഴിയുമ്പോൾ ആ കുട്ടിയുടെ കല്യാണം നിശ്ചയ. അമേരിക്കയിൽ ഡിസ്റ്റിങ്ഷനോടെ മെഡിസിൻ പഠിക്കുക പയ്യൻ കിഷോർ. കല്യാണ നിശ്ചയത്തിന് അച്ഛനും അമ്മയും വരുന്നുണ്ട് അടുത്ത ആഴ്ച. ചേടാ പറയാനിട്ടപ്പോ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൊരു കിടിലൻ ലവ് സ്റ്റോറി പറയാൻ പോകുന്നത്. അവസാനം എല്ലാം കൂടെ കളഞ്ഞില്ലേ? അല്ല, കല്യാണം ഉറപ്പിച്ചു വെച്ച കാര്യം ആ കുട്ടി ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച എന്താ? അവിടെയല്ലേ അതിന്റെ കുട്ടൻസ്. താനൊക്കെ ഇത് എന്തറിഞ്ഞിട്ടാ? ആ കുട്ടിയുടെ പാതി മനസ്സില് ആ അമേരിക്കക്കാരനുള്ള ഇഷ്ടവും ബാക്കി പാതി മനസ്സില് ഇയാളുള്ള ഇഷ്ടവും അത് തന്നെ കാര്യം. എന്നിട്ട് താൻ എന്ത് ചെയ്തു? എൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകുക. അത് സുഷ്മ തിരിച്ചറിഞ്ഞാൽ എല്ലാം അങ്ങ് തുറന്ന് പറയുക. അതായിരുന്നു എൻ്റെ പ്ലാൻ. ബേഷ് മിടുക്കൻ, അങ്ങനെ പിടി. എന്ത്? അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ സ്നേഹം സുഷ്മ സമ്മതിച്ചു തന്നാൽ അവൾക്ക് കൊടുക്കാനായി ഞാനൊരു പ്രണയോപഹാരവും വാങ്ങി. എന്ത്? അവൻ ഇന്ന് അവൾ ഇവിടെ കൊണ്ടുവരുമെന്ന് ആ ചുക്കുണ്ട് എന്നോട് പറഞ്ഞത്. ഇവിടെ വെച്ച് നയത്തിൽ അവൻ അവന്റെ പ്രേമം അവളോട് പറയും. അവൾ സമ്മതിച്ചാൽ അവർ കൈകൊടുത്ത് പ്രേമം ഉറപ്പിക്കും. ഇല്ലെങ്കിൽ അവൻ ഈ നാട് വിടും. അതാണ് പ്ലാൻ. വരുന്നു. ഒരു റിമോട്ട് മൈക്ക് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവരുടെ സംസാരം മുഴുവൻ കേൾക്കായിരുന്നു. മെഴുകുതിരി. എനിക്കെന്തോ പോലെ. പറ സച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ കാൻഡിൽ ലൈറ്റിന് മുന്നിൽ വെച്ച് പറയണമെന്ന് തോന്നി. ആദ്യം പറയാനുള്ളത് ഇതാ. ഭയങ്കരൻ. കണ്ട നേരിട്ട് പറയാൻ പേടിച്ചിട്ട് ഐ ലവ് യു എന്ന് എഴുതി കൊടുത്തിരിക്കുക. ഒന്നില്ലെങ്കിൽ അവൾ ഇറങ്ങി ഓടും, അല്ലെങ്കിൽ കൈ കൊടുത്ത് ഉറപ്പിക്കും. ഇത് സച്ചുവിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയാണല്ലോ. ആ തീയതി ഒന്ന് നോക്ക്. ഇന്ന് സച്ചുവിന്റെ ബർത്ത്ഡേ ആണല്ലേ. ഹാപ്പി ബർത്ത്ഡേ സച്ചു. താങ്ക് യു. അയാൾക്ക് വരാൻ കണ്ടൊരു സമയം. അവര് കൈ കൊടുത്ത് ഉറപ്പിച്ചോ? പറയാറായിട്ടില്ല. അച്ഛനും അമ്മയും എപ്പോഴാ വരിക? ഉടനെ എത്തുമെന്നാ തോന്നുന്നത്. എന്നെ ഒന്ന് പരിചയപ്പെടുത്തോ? പിന്നെന്താ? പിന്നെ സുഷ്മയുടെ ആരായിട്ട് എന്നെ പരിചയപ്പെടുത്തുക? ആരായിട്ട് പരിചയപ്പെടുത്തണം? സച്ചു പറഞ്ഞോളൂ. ഞാൻ സുഷ്മയ്ക്ക് ആരാകണോ അതുപോലെ പരിചയപ്പെടുത്തിക്കോളൂ. അവര് വരട്ടെ സച്ചു. അപ്പൊ എങ്ങനെ വേണോ അതുപോലെ പരിചയപ്പെടുത്താം. ഓക്കെ, അതുവരെ സച്ചു എന്റെ ആരാ? പറ. സുഷ്മ പറഞ്ഞോളൂ. എന്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ട്.
എഗ്രീഡ്. താങ്ക് യു. കല്യാണ നിശ്ചയം എപ്പോഴാ? ഓ, സച്ചുവിനപ്പോ അതൊക്കെ അറിയാമായിരുന്നു അല്ലേ? സുഷമ പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞു. ഹൗസ് യു വുഡ് ബി കിഷോർ? കുട്ടിക്കാലത്ത് എപ്പോഴോ കണ്ടിട്ടുണ്ട്. അമ്മയുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ മകനാ. സുഷമയ്ക്ക് ഇഷ്ടമാണോ ആളെ? അടുക്കുന്നുണ്ട് അവര് തമ്മിൽ എങ്ങോട്ടോ അടുക്കുന്നുണ്ട്. ഏയ് ഇന്നൊന്നും നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. നിക്കടാ നോക്കാം. സോ ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ യുവർ മാരേജ്. താങ്ക് യു. നമുക്ക് പോവാം. സോ യു ആർ മൈ സ്പെഷ്യൽ ഫ്രണ്ട്. എനിക്ക് അങ്ങനെ ഒരാളെ വേണമായിരുന്നു സച്ചു. I'll be a special friend always. ഉറപ്പിച്ചടാ, ഉറപ്പിച്ച്. അവൾ എന്തീ കാണിക്കുന്ന എല്ലാ കുഴപ്പമല്ലേ ഈശ്വര. ആ അലവലാതി അവൻ മയക്കെടുത്ത് കളഞ്ഞല്ലോ. ടോണി, അവളോട് ഇതിനെ കുറിച്ച് നമ്മളൊന്ന് സംസാരിച്ചാലോ? വേണ്ട, പ്രൊഫസർ അങ്കിളിന് വിവരം അറിയിക്കാം. വരട്ടെ, നമ്മളൊന്നും ഇത് അറിഞ്ഞേ ഭാവിക്കണ്ട. അവൾ ഇങ്ങോട്ട് പറയാൻ നോക്കാം. അവള് പറഞ്ഞ ട്രീറ്റ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഈ പ്രേമ ശരിക്കും അടുത്ത് നിന്ന് കാണണം. അവർക്ക് വേണ്ടി നിറപറയും നിലവിളക്കും താലപ്പൊലിയും മണിയറയും ഒക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യും. അപ്പോ കയ്യിന്ന് പോയിട്ടില്ല, എന്നാ കൈ കിട്ടിയിട്ടുമില്ല. കയ്യിൽ നിന്ന് പോയി അപ്പുണ്ണി. ഒരു ശ്രമം അപ്പാടെ പാഴായി. ഇനിയൊരവസരം എനിക്ക് കിട്ടില്ല. കല്യാണ നിശ്ചയത്തിനായി പേരൻസ് എത്തുക ഉടനെ. അവൾ ആഗ്രഹിച്ചതുപോലെ ഫ്രണ്ടായിരിക്കുക എന്നും. അതിൽ കൂടുതലൊന്നും ഞാൻ ആശിച്ചുകൂടാ. ഇനി ഇതെന്താ ചെയ്യുക? വെച്ചേര്, എന്തെങ്കിലും ആശകള് പൂവണിയുമായിരിക്കും, അപ്പൊ കൊടുക്കാലോ. ആ ആശ ഉടഞ്ഞുപോയി. അതേപോലെ ഇത് ഞാൻ ഉടക്കിയ. ഇത് പേര് വെക്കാതെ ഞാൻ അവൾക്ക് അയച്ചു കൊടുക്കട്ടെ. അതിലൊരു കുറിപ്പടി എഴുതിയേക്കാം. ചരമമടഞ്ഞ എൻ്റെ പ്രണയത്തിൻ്റെ ഉപഹാരമാണെന്ന്. അയച്ചു കൊടുക്കട്ടെ. പാർസൽ ചെയ്ത് അയച്ചു കൊടുക്ക്. ചിലപ്പോ അതായിരിക്കും ഒരു വഴിത്തിരിവ്. എന്നെങ്കിലും അവൾ തിരിച്ചറിയും ഇതിൽ സച്ചുവിന്റെ സ്നേഹത്തിന്റെ മണമുണ്ടെന്ന്. ശരിയാ, ഞാൻ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തേക്കാം. പോട്ടെ. ഞാനും പോവാ നാളെ. ഇനി എപ്പോഴാ വരിക? വലിയ പള്ളിയിലെ അടുത്ത പെരുന്നാളിന്, അടുത്ത കൊല്ലത്തില്. പോയിട്ട് വാ പുണ്ണി. അപ്പോ സുഷമ അമേരിക്കയിലായിരിക്കും. ഞാൻ എവിടെയെങ്ങോ അറിയില്ല. ഇയാളിതെന്താ ഉള്ളു മുഴുവൻ ആ പെങ്കൊച്ചിനോടുള്ള പ്രേമവും പൊതിഞ്ഞു വെച്ചോണ്ട് അത് തുറന്നു പറയാതെ കൂട്ടുകാരനും കൂട്ടുകാരും കളിക്കുക. ആ മെഴുകിരി വട്ടത്തിരുന്നപ്പോ ഐ ലവ് യു നീട്ടി ഒരു കാറ്റ് കാച്ചിരുന്നെങ്കിൽ ആ പെൺകുട്ടി കയ്യിരുന്നേനെ. അത് ശരിയല്ല. കല്യാണം ഉറപ്പിച്ചൊരു പെണ്ണിനോട് അതിര് കവിഞ്ഞ് ഒന്നും കയറി പറയാതിരുന്നത് ന്യായമായെന്നേ ഞാൻ പറയൂ. ആ അഭിപ്രായ എനിക്കും. പറയാതിരുന്നത് നന്നായി. ഷടാ, ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ആ പെങ്കൊച്ചിനെ ആ അമേരിക്കക്കാരനെ കൊണ്ട് തന്നെ കെട്ടിക്കുന്ന ലക്ഷണമാണല്ലോ. അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഇയാളെ കൊണ്ട് തന്നെ ആ പെൺകുട്ടി ഞങ്ങൾ കെട്ടിപ്പിക്കും. പറ, നിങ്ങൾ തമ്മിൽ എപ്പോ പ്രേമം തുടങ്ങി? അത് വേണ്ട, അത് അതിന്റെ ഒഴുക്കിലങ്ങ് പറഞ്ഞാ മതി. ഡോൾ അയച്ചു കൊടുത്തപ്പോ അതിനെക്കുറിച്ച് സുഷമ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. ടോണിയും ഗ്രൂപ്പ് ഒരുക്കിയ ട്രീറ്റിന് പോകുന്ന വഴി വെച്ച്. സച്ചു, എന്നെ പ്രേമിക്കുന്ന ഒരാള് ഈ പരിസരത്തിൽ എങ്ങോ ഉണ്ട്. ഇന്നലെ ഒരു പ്രേമോപഹാരം അയച്ചു തന്നിരിക്കുന്ന ഒരാള്. ആര്? ടോണിയോ സുധീരോ അല്ലെങ്കിൽ അരുൺ ഗ്രൂപ്പിൽ ആരെങ്കിലോ. നോക്കട്ടെ, എന്തെങ്കിലും ഒരിക്കൽ ഞാൻ കണ്ടുപിടിച്ചു തരാം അയച്ചാളെ. ഷുവർ? ഷുവർ. പ്രോമിസ്? പ്രോമിസ്.